വ്യഭിചാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന് 100 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇസഹാക്ക് ഉണ്ടായത്. സാധാരണ മാതാപിതാക്കന്മാർക്ക് മക്കളെക്കുറിച്ച് വളരെയധികം ആകുലതയുണ്ട്. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന ബുദ്ധിമുട്ട് എല്ലാ മാതാപിതാക്കന്മാർക്കും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ 100 വയസ്സിൽ കൊച്ചുണ്ടായ അബ്രാഹത്തിന് എന്തുമാത്രം ആശങ്കയായിരിക്കും ഇസഹാക്കിനെ കുറിച്ച് ഉണ്ടാകുക. ഇവനെ ഒരു നിലയിൽ എത്തിക്കാൻ പറ്റുമോ? ഇവനെ ഒരു നിലയിൽ എത്തിച്ചിട്ട് എനിക്ക് മരിക്കാൻ പറ്റുമോ? മറ്റുള്ളവർ ഒക്കെ ചെയ്തു കൊടുക്കുന്ന പോലെ എനിക്ക് പലതും ഇവന് ചെയ്തു കൊടുക്കാൻ പറ്റിയല്ലോ. ഇങ്ങനെ പല ആങ്സൈറ്റി ഈ അബ്രാഹത്തിനുള്ളിലുണ്ടായിരുന്നു. ഒരു ദിവസം ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, ഈ മകനെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്ന അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ അവനെ എനിക്കായി ബലിയർപ്പിക്കുക. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിലും അബ്രാഹം അതിന് തയ്യാറായി. അങ്ങനെ അബ്രാഹം ഇസഹാക്കിനെ മോറിയ മലയിൽ ബലിപീഠത്തിൽ കിടത്തി. ആ ബലിപീഠത്തിൽ കിടത്തി കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ അബ്രാഹം ഇസഹാക്കിനെ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞു. പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ദൈവം പകരം ഒരാട്ടിൻകുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അബ്രാഹം ആടിനെ ബലി കഴിച്ച് മോറിയ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി പോരുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ബലിയർപ്പിക്കാൻ പോയ അബ്രാഹവും ഇസഹാക്കും പിന്നെ ബലിയർപ്പണം കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. ബലിയർപ്പിക്കുവാനായി ബലിപീഠത്തിലേക്ക് മോറിയ മലയിലേക്ക് കയറിപ്പോകുമ്പോൾ അബ്രാഹം ഇസഹാക്കിന് നേരെ നോക്കുമ്പോഴെല്ലാം എൻ്റെ മോൻ, എൻ്റെ മോൻ, എൻ്റെ മോൻ എന്നായിരുന്നു. ബലിയർപ്പണം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അബ്രാഹം ഇസഹാക്കിന് നേരെ നോക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെയാണ്. ഞാൻ അവനെ ദൈവത്തിന് കൊടുത്തതാണ്. അതുകൊണ്ട് ഇനി അവന് ഞാൻ മാത്രമല്ല ദൈവവും കൂടിയുണ്ട്. ഈ ഒരു ബോധം അവനിനി ഞാൻ മാത്രമല്ല ദൈവവും കൂടിയുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതൊക്കെ ഇതാ ദൈവത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് അബ്രാഹത്തിൻ്റെ ഉള്ളിലെ ആങ്സൈറ്റി എല്ലാം, ഉത്കണ്ഠയെല്ലാം മാറിക്കിട്ടിയത്. ഹല്ലേലൂയ. നമ്മുടെ ബന്ധങ്ങളുടെ നടുവിൽ നമ്മൾ ബലിപീഠം ഉണ്ടാക്കണം. എങ്കിലേ ബന്ധം ശരിയാവുകയുള്ളൂ. ബലിപീഠം നമ്മൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറും. അബ്രാഹവും ഇസഹാക്കും തമ്മിലുള്ള ബന്ധത്തിന് നടുക്ക് ബലിപീഠമുണ്ടാക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഏത് ബന്ധത്തിലായാലും ശരി, നടുക്ക് നമ്മൾ ബലിപീഠം ഉണ്ടാക്കണം. എങ്കിലേ ആ ബന്ധം നേരെയാവുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അബ്രാഹം ഇസഹാക്കിനെ ബലിപീഠത്തിൽ കിടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ, ആ എൻ്റെ എന്നത് കത്തിപ്പോയി. പിന്നെ അബ്രാഹം ഇസഹാക്കിനെ കാണുന്നത് അവൻ ദൈവത്തിൻ്റെയാണ്. ആ ദൈവത്തിൻ്റെതാണ് എന്ന് കാണുമ്പോൾ തന്നെ
ആകുലതകളും ഉത്കണ്ഠകളെല്ലാം വിട്ടുപോകുന്നു. അങ്ങനെയാണ് മക്കളെക്കുറിച്ചുള്ള ആകുലതയിൽ നിന്ന് മാതാപിതാക്കന്മാർ വിടുതൽ പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ ഈ കൂട്ടായ്മയിൽ തന്നെ പല മാതാപിതാക്കന്മാരും ഇരിപ്പുണ്ട്. അവരിൽ ചിലരെല്ലാം മക്കളെക്കുറിച്ച് ഒത്തിരി ആകുലചിത്തരാണ്. ചില പിള്ളേരാണെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായിട്ട് കഴിയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ പാടില്ല. അങ്ങനെയുള്ള പേരൻസ് ധ്യാനത്തിൽ വന്നിട്ട് ഇവിടെ വന്നിരുന്ന് മക്കളെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും. ധ്യാനം കഴിഞ്ഞ് പോയിട്ടും വീട്ടിൽ പോയിരുന്നും കരയും. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതല്ല ദൈവം ആവശ്യപ്പെടുന്നത്. ദുഃഖിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു ശുശ്രൂഷയുമില്ല. ദുഃഖം ഒരു പീഡയാണ്. ഹല്ലേലൂയ. പല മാതാപിതാക്കന്മാർക്കും മക്കൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് കാരണം അവർ വളരാത്തത് കൊണ്ടാണ്. മാതാപിതാക്കന്മാർ വളരണം, എങ്കിലേ മക്കളെ അവർക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റുള്ളൂ. അവർ വളരുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങനെ വളർത്താൻ പറ്റും? അതുകൊണ്ട് മാതാപിതാക്കന്മാരുടെ ജീവിതത്തിലെ വളർച്ചയുടെ ഒരു ഘട്ടമാണ് ഒരു 10-11 വയസ്സ് വരെ 12 വയസ്സ് വരെ വാസ്തവത്തിൽ എൻ്റെ മോൻ എൻ്റെ മോള് എന്ന ബോധം അവരുടെ ഉള്ളിലുണ്ടാവും. അത് തെറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ ആ എൻ്റെ എന്നുള്ളത് അങ്ങ് കത്തിച്ച് കളയണം. അത് കത്തിപ്പോണം നമ്മുടെ ഉള്ളിൽ നിന്ന്. എന്നിട്ട് ദൈവത്തിൻ്റെ മകൻ എന്ന ഒരു ബോധത്തിലേക്ക് നമ്മൾ വരണം. ആ എൻ്റെ എന്നത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പൊസസീവ് ലവാണ്. അത് പോകുന്നില്ലെങ്കിൽ ഈ പിള്ളേർക്ക് ആർക്കും വളരാൻ പറ്റിയല്ല. എൻ്റെ മോനെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ 5 വയസ്സ് പ്രായമുള്ള മകനെ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ തന്നെയായിരിക്കും ചില അമ്മമാർ. അവർ 30-40 വയസ്സായാൽ പോലും എൻ്റെ മോൻ എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾക്ക് വളരാൻ പറ്റിയല്ല. ആ എൻ്റെ എന്നുള്ളത് കത്തിപ്പോണം. ഹല്ലേലൂയ. ഈ പൊസസീവ് ലവ് അത് നമ്മുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം അതിനൊരു കൈക്കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നതിൽ അതിന് വലിയ പങ്കുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ ആ പൊസസീവ് ലവ് നമ്മുടെ ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പിരിറ്റായിട്ട് മാറും. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക, എൻ്റെ ഇഷ്ടമനുസരിച്ച് നീങ്ങണം, ഞാൻ പറയുന്ന പോലെ എല്ലാം നടക്കണം, എൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുള്ളൂ. അങ്ങനെ എൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരും. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിനാണെങ്കിലും വലിയ പ്രശ്നമാണ്. ചിലരങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിത പങ്കാളിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെയാവും. എൻ്റെ ഇഷ്ടമനുസരിച്ച് വേണം, ഞാനറിയാം. അങ്ങനെ അത് പൊസസീവ് നേച്ചറാണ്. അത് കത്തിപ്പോണം. അത് കത്തുന്നില്ലെങ്കിൽ 2 കൂട്ടരും വളരുകയില്ല. ഹല്ലേലൂയ. 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 ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ 11 വയസ്സ് പ്രായമുള്ള കൊച്ചുമായിട്ട് ഇവിടെ ധ്യാനിക്കാൻ വന്നു. ഈ 11 വയസ്സ് പ്രായമുള്ള കുട്ടി അത് ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. നമുക്ക് ഒരല്പസമയം ആ കൊച്ചിന് നേരെ നോക്കിയാൽ തന്നെ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. കാരണം ഏതു നേരം കുട്ടി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഇങ്ങനെ 24 മണിക്കൂർ ഇതാണ്. അപ്പം ഞാൻ ഓർത്തു ഈ കൊച്ചിനെ എങ്ങനെ ഈ അമ്മച്ചി നോക്കുന്നു എന്ന്. അപ്പോൾ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു. ഒരു ജോലി രാജിവെച്ചു. കാരണം അല്ലാതെ ആ കൊച്ചിനെ വളർത്താൻ പറ്റിയല്ല. ഭർത്താവ് ജോലിക്ക് പോകും, ഭാര്യ കൊച്ചിനെ നോക്കും. അങ്ങനെ കൊച്ചിനെ നോക്കി മുന്നോട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോഴേക്കും അവരങ്ങോട്ട് മടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ മനസ്സ് ദുർബലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്ത വേറെ രീതിയിലാവും. അപ്പോൾ ഇവരുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി, ഈ കൊച്ചിനെ വളർത്തുക എന്നത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമായിട്ടാണ് ഭർത്താവൊക്കെ കാണുന്നത് എന്നൊരു ചിന്ത അങ്ങോട്ട് വന്നു. അപ്പോൾ ഇത് മുഴുവൻ എൻ്റെ തലയിൽ വെച്ചിരിക്കുകയാണ്. ഇവരാണെങ്കിൽ മടുത്തു.
അപ്പോൾ വൈകുന്നേരം ഭർത്താവ് ജോലി കഴിഞ്ഞങ്ങ് വന്നു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരത്തി അങ്ങോട്ട് ചൂടാകും, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ട്, നിങ്ങളൊന്നും അറിയണ്ടല്ലോ, ഇതെല്ലാം എൻ്റെ തലയിൽ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടെ ചൂടാവും. അങ്ങനെ വീട്ടിൽ കുറേശ്ശെ വഴക്കും പ്രശ്നമൊക്കെ ആയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് രണ്ടുപേരും കൂടെ ഇവിടെ ധ്യാനിക്കാൻ വന്നത്. ധ്യാനം കഴിഞ്ഞ് അവർ പോയതിന് ശേഷം ഈ സഹോദരി പുള്ളിക്കാലത്തെ പ്രാർത്ഥനയിലൊരു മാറ്റം വരുത്തി. അത് രാവിലെ ഈ പുള്ളിക്കാലത്ത് കണ്ണ് തുറന്ന് കഴിഞ്ഞാൽ മുട്ടുമേൽ നിന്നിട്ട് ആ കൊച്ചിനെ ഈശോയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കും. അപ്പോൾ അവരിങ്ങനെ വിശ്വാസത്തിൻ്റെ ഭാവനയിൽ അവരിങ്ങനെ കാണും. ഈശോ ഈ കുട്ടിയെ ഈ അമ്മച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈശോ പറയാണ്, ഇതെൻ്റെ കൊച്ചാണ്, ഈ കൊച്ചിനെ ഇന്ന് നോക്കാനായിട്ട് ഞാൻ നിന്നെ വിശ്വസിച്ചേൽപ്പിക്കുന്നു. ഞാൻ വേറെ ആരെയും കാണുന്നില്ല, നിന്നെയാണ് എൻ്റെ ഈ കൊച്ചിനെ നോക്കാനായിട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്. അങ്ങനെ അവൾ ഈശോയുടെ കയ്യിൽ നിന്ന് ആ കൊച്ചിനെ സ്വീകരിക്കുന്നു. വൈകുന്നേരം കിടക്കേണ്ട സമയമാകുമ്പോൾ ആ കൊച്ചിനെ തിരിച്ച് യേശുവിൻ്റെ കയ്യിലേക്ക് മടക്കി കൊടുക്കുന്നു. കർത്താവിനോട് പറയും, കർത്താവേ, ഇന്ന് എനിക്കിത്രയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈശോ അവളോട് പറയുന്നത്, ഇന്ന് നീ എത്ര ഭംഗിയായിട്ടാണ് എൻ്റെ കൊച്ചിനെ നീ നോക്കിയത്. ആ കൊച്ചിന് നേരെ നീ പൊഴിച്ച ചെറിയ ഒരു പുഞ്ചിരി പോലും ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ നിത്യ സമ്മാനത്തിനായിട്ട് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ഏറ്റവും ഭംഗിയായ രീതിയിലാണ് എൻ്റെ കൊച്ചിനെ ഇന്ന് നോക്കിയത്. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ഈശോ അഭിനന്ദനങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെയാണ് ആ കൊച്ചിനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഈശോ വാങ്ങിക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഈശോയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും എല്ലാ ദിവസവും ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുകയും ഈശോ തരുന്ന അനുമോദനങ്ങളെല്ലാം സ്വീകരിച്ച് അന്നത്തെ ദിവസം ഭംഗിയായി കൊച്ചിനെ നോക്കാൻ കഴിഞ്ഞതിന് ഈശോയ്ക്ക് നന്ദിയും പറഞ്ഞ് കിടന്നുറങ്ങുന്നു. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞില്ല. ആ സൗകര്യം പറയുന്നത് അത്ഭുതകരമായ മാറ്റമാണ് ആ കൊച്ചിനുണ്ടായത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വണ്ണം. ഒന്ന് കൈയുയർത്തി കൈയടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ബന്ധങ്ങളിൽ തകരാറുകൾ സംഭവിച്ചാൽ നമ്മൾ ആ ബന്ധത്തിന് നടുക്ക് ബലിപീഠമുണ്ടാക്കുക. എന്നിട്ട് ഇതര വ്യക്തിയെ ബലിപീഠത്തിൽ നിർത്തി ദൈവത്തിന് സമർപ്പിക്കുക. എങ്ങനെയാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്? നന്ദിയും സ്തുതിയും പറഞ്ഞ്. അങ്ങനെ നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരും. ആത്മാവ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ആ എൻ്റെ എന്നത് കത്തിച്ചു കളയും. എന്നിട്ട് അത് ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. അങ്ങനെ ദൈവത്തോട് ചേർത്ത് വെച്ച് കാണുക. ഹല്ലേലൂയ. ഇപ്പം മദ്യപാനിയായ ഭർത്താവിനെ ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ട്. ലഹരിക്കൊക്കെ അടിപ്പെട്ടു പോയിട്ടുള്ള മക്കളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ചിലരൊക്കെ സ്വഭാവ തകർച്ചകളെ ഓർത്ത് വേദനിച്ച് വിഷമിച്ച് കഴിയുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ആ വ്യക്തിയെ ഈശോയുടെ കയ്യിലേക്ക് സമർപ്പിക്കുക. എന്നിട്ട് നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ ഈശോയ്ക്ക് കൊടുക്കുക. ആ ഈശോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ആ വ്യക്തി ദൈവത്തിൻ്റെ ആണ്. അങ്ങനെ ദൈവത്തോട് ചേർത്ത് വെച്ച് പിന്നെ ആ വ്യക്തിയെ കാണാവുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈശോ 24 മണിക്കൂറും ആ വ്യക്തിയുടെ അടുക്കലുണ്ട്. അതുകൊണ്ട് ഈശോ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ പ്രവർത്തിക്കും,
കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തി രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന നല്ല ഇടയനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ ഈശോയുടെ കയ്യിലേക്ക് ആ വ്യക്തിയെ സമർപ്പിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഈശോയോട് കൂടെ ആയിരിക്കും ആ വ്യക്തിയെ കാണേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈശോയുടെ കൂടെ ആ വ്യക്തിയെ കണ്ട് നമ്മൾ ഈശോയുടെ മനസ്സ് സ്വീകരിക്കുക. ഈശോയുടെ മനസ്സ് എല്ലാവരുടെയും രക്ഷയാണ്. ഈശോയുടെ മനസ്സ് സർവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുക. ഇപ്പം ഭർത്താവ് മദ്യപാനിയാണെങ്കിലും ഭർത്താവിന് വേണ്ടി മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ മദ്യപാനികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ ലഹരിക്ക് അടിപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ സമാന തകർച്ചയിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിത പങ്കാളി പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിയുന്ന എല്ലാ കുടുംബനാഥന്മാർക്ക് വേണ്ടിയും നമ്മൾ ഈശോയോട് ചേർന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ബലിപീഠത്തിൽ വയ്ക്കുക, ഈശോയ്ക്ക് കൊടുക്കുക, തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഈശോയുടെ പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറുക. അപ്പോൾ നമ്മുടെ കുടുംബത്തിലും നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റി. പ്രിയപ്പെട്ടവരെ, ചിലരുടെ ഉള്ളിൽ കിടക്കുന്ന ദുഃഖം, അവരുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾ മരണം വഴി വേർപിരിഞ്ഞു പോയതിൻ്റെ ആ വേർപാടിൻ്റെ ദുഃഖം ഇപ്പോഴും വിട്ടുപോകാതെ ആ ദുഃഖം ഇങ്ങനെ കനീഭവിച്ച് ചിലരുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഈ ഒരു മേഖലയിൽ നമുക്ക് സൗഖ്യം ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 1 തെസ്സലോനിയർ 4:13 അവിടെ പറയുകയാണ്, നമ്മൾ മരണം പ്രാപിച്ചവരെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. അത് മരണത്തെക്കുറിച്ച് നമുക്ക് അറിവുള്ളവരായിരിക്കണം. മരണത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ നിന്നാണ് എന്താണ് മരണം എന്നതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുക. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. ഞാനിന്ന് രാവിലെ പറഞ്ഞു, യെരമ്യാ 1:5, നീ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചു. അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോഴാണ് ശരീരം കിട്ടിയത്. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നീ ഉണ്ടായിരുന്നു, നീ ആത്മാവായിരുന്നു. അപ്പോൾ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നീ ഉണ്ട്. അതുകൊണ്ട് ശരീരം പോയി കഴിഞ്ഞാലും നീ ഉണ്ട്. നീ വെറും ശരീരമല്ല, നീ ആത്മാവാണ്. ഹല്ലേലൂയ. ശരീരമാണ് നമുക്ക് മാതാക്കന്മാരിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളുണ്ട്, ശരീരം പോയി കഴിഞ്ഞാലും നമ്മളുണ്ട്. ശരീരം ടെമ്പററിയാണ്, താൽക്കാലികമാണ്. ആത്മാവിന് മരണമേയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരീരം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഒരു കുഞ്ഞ്, ഈ ഭൂമി, ഒരു ദിവസം പ്രായമുള്ള ഒരു കൊച്ച്, ആ ഒരു ദിവസം പ്രായമുള്ള കൊച്ചിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സെല്ലുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 വയസ്സ് പ്രായമുള്ളപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന സെല്ലുകൾ, ആ സെല്ലുകളിൽ ഒരു 50-60% സെല്ലുകൾ ഇപ്പോൾ പോയിട്ടുണ്ട്. പുതിയ സെല്ലുകൾ വരികയും ചെയ്തിട്ടുണ്ട്. സെല്ലിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലൂടെയാണ് ബോഡി വളരുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ വെറും ശരീരമായിരുന്നുവെങ്കിൽ ഈ സെല്ലുകളൊക്കെ പോയപ്പോൾ നമ്മുടെ ഇടപാട് തീരേണ്ടതായിരുന്നു. ഹല്ലേലൂയ. അപ്പം നീ എന്ന് പറയുന്നത് ശരീരമല്ല. ശരീരം മരണത്തോടുകൂടി മണ്ണോട് മണ്ണാകുന്നു. ആത്മാവിന് മരണമേയില്ല. നീ യഥാർത്ഥത്തിൽ ആത്മാവാണ്.
അപ്പോൾ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നീയുണ്ട്, ശരീരം പോയി കഴിഞ്ഞാലും നീയുണ്ട്. അപ്പോൾ ഒരു വ്യക്തി മരിക്കുമ്പോൾ അവൻ്റെ ശരീരം മണ്ണോട് മണ്ണാകുന്നു, ആത്മാവ് ദൈവത്തിനടുക്കിലേക്ക് പോവുകയാണ്. ആത്മാവിന് പിന്നെ ഈ ഭൂമിയിൽ നിന്നിട്ട് കാര്യമില്ല, കാരണം ഇവിടെ ശുശ്രൂഷയില്ല. ശരീരം പോയതോടുകൂടി ശുശ്രൂഷയില്ല. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, മരണം വഴി വേർപിരിഞ്ഞു പോയി എന്ന് നമ്മൾ പറയുന്ന ആളുകൾ അവർ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. ഭൂമിയിലില്ല, ദൈവത്തിനടുക്കൽ അവരുണ്ട്. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ ഇപ്പോൾ വീട്ടിലില്ല, ഈ ഓഡിറ്റോറിയത്തിലാണ്. വീട്ടിൽ നിങ്ങൾ മരിച്ചിരിക്കുക, നിങ്ങളവിടെ ഇല്ല. ഇതുപോലെ മരണം വഴി വേറെ പിരിഞ്ഞു പോയ വ്യക്തികൾ ഈ ഭൂമിയിലില്ല, അവർ വേറൊരു മണ്ഡലത്തിലാണ്, അവർ യേശുവിൻ്റെ അടുക്കലാണ്, അവർ ജീവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് നമ്മളിവിടെ ഇരുന്ന് ദുഃഖിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത്? നമ്മൾ ദുഃഖിക്കാനുള്ള ഒരു കാരണം, അവർ നമുക്ക് ചെയ്തു തന്ന ഒത്തിരി നന്മകളുണ്ട്. ആ നന്മകൾ ഇനി കിട്ടുകയില്ലല്ലോ, കാരണം അവരിപ്പോൾ ഇല്ല, അവരിപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലാണ്, ഇവിടെ ഇല്ല. അതുകൊണ്ട് അവർ വഴി നമുക്ക് ലഭിച്ചിരുന്ന നന്മകൾ ഇനി കിട്ടുകയില്ലല്ലോ. ഇതാണ് ചിലരുടെ ഉള്ളിൽ മരണം വഴി ഉണ്ടാകുന്ന നഷ്ടബോധത്തിൻ്റെ കാരണം. നീ വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിക്കുന്ന സാന്നിധ്യം ഇനിയില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഉടനെ ഓടിച്ചെല്ലാമായിരുന്ന ആ സാന്നിധ്യം ഇനിയില്ല. അപ്പം ആ ഒരു നഷ്ടബോധം അത് ചിലരുടെ ഉള്ളിൽ അങ്ങനെ ശക്തമാണ്. അപ്പോൾ മരിച്ചുപോയ ആളുകളെക്കുറിച്ച് നീ ഓർക്കുമ്പോൾ, അവർ ചെയ്ത ആ നന്മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആ നന്മ ഇനി കിട്ടുകയില്ലല്ലോ എന്ന ഒരു നഷ്ടബോധം ചിലരുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കാനുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ ദൈവം ആ വ്യക്തിയോട് പറയുന്ന വചനം മത്തായി 25 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ദൈവം പറയുന്നത്? തൻ്റെ വലതുവശത്ത് നിൽക്കുന്ന വ്യക്തിയോട് ദൈവം പറയുകയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകി. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ പരിചരിച്ചു. അതായത് നീ ഇവിടെ ചെയ്ത എല്ലാ ശുശ്രൂഷകളും നീ എനിക്കാണ് ചെയ്തു തന്നത്. ഇതാണ് ദൈവം പറയുന്നത്. അപ്പം നീ അമ്മയ്ക്ക് ചെയ്തു കൊടുത്തത്, അമ്മ നിനക്ക് ചെയ്തു തന്നത്, അപ്പൻ നിനക്ക് ചെയ്തു തന്നത്, നീ അപ്പന് ചെയ്തു കൊടുത്തത്, സഹോദരങ്ങൾക്ക് ചെയ്തു കൊടുത്തത്, ഇതിലേക്ക് നോക്കിയിട്ട് ഈശോ പറയുക, നീ എനിക്കാണ് ചെയ്തു തന്നത്. അതുകൊണ്ട് ഞാനാണ് അതിൻ്റെ കൂലി തരുന്നത്. ആ കൂലി തരാൻ വേണ്ടിയിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പം നീ ചെയ്ത മുഴുവൻ കാര്യങ്ങളും അത് ഈശോയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് ഈശോ പ്രഖ്യാപിച്ച് നീ ചെയ്ത എല്ലാ കാര്യത്തിനും ഉചിതമായ കൂലി ഈശോ തരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ മരണം കഴിയുന്നതോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് ചെയ്തു തന്ന നന്മകൾ അത് മുഴുവൻ ഈശോ ചെയ്തു തന്ന നന്മയായി മാറുന്നു. കാരണം ഈശോ അവർക്ക് കൂലി കൊടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവർ ചെയ്ത നന്മകൾ എൻ്റെ ഈശോ എന്നെ സ്നേഹിച്ച സ്നേഹമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയണം. അങ്ങനെ നീയും നിൻ്റെ പ്രിയപ്പെട്ടവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ വല്ലിരിയിൽ വിടർന്നു വരുന്ന അവർ ചെയ്ത നിരവധി നന്മകളുടെ ഓർമ്മകളാകുന്ന പുഷ്പങ്ങൾ, ആ പുഷ്പത്തെ ഒരു പൂജാപുഷ്പം പോലെ പറിച്ചെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് ഈശോയുമായുള്ള ബന്ധത്തിന് നീ വളരണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ നൽകിയ എല്ലാ നന്മകളും ദൈവത്തിൻ്റെ സ്നേഹമായി കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടത്. ഒന്ന് കൈയടിച്ച്. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞാനൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ 90 വയസ്സ് പ്രായമുള്ള ഒരമ്മച്ചി അവിടെ മരിക്കാറായി കിടക്കുകയാണ്. അവർക്ക് 5 പിള്ളേരുണ്ട്. അതിൽ 4 പിള്ളേരും വിദേശത്താണ്. അവരും അവരുടെ പിള്ളേരുമൊക്കെ എല്ലാവരും കുടുംബസമേതം വന്നിട്ടുണ്ട്. എല്ലാവരും ആശുപത്രിയിലുണ്ട്. അപ്പോൾ ഡോക്ടർ ഈ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, 70% ബ്രെയിൻ ഡെത്ത് നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി വെന്റിലേറ്ററിൽ ഇട്ടിട്ട് കാര്യമില്ല, ഞങ്ങളെടുത്ത് മാറ്റട്ടെ. അപ്പോഴേക്ക് മക്കളെല്ലാം പറഞ്ഞു, അയ്യോ വേണ്ട ഡോക്ടറെ അത് വേണ്ട, എത്ര രൂപയായാലും തിരക്കല്ല, അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസവും ഡോക്ടർമാർ പറഞ്ഞു, 70%-ലധികം ബ്രെയിൻ ഡെത്ത് നടന്നിരിക്കുകയാണ്, അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. പക്ഷെ ഇവരിട്ട് സമ്മതിക്കുകയുമില്ല. അങ്ങനെ പശ്ചാത്തലത്തിലാണ് ഞാനവിടെ ചെന്നത്. അപ്പം ഞാനവരെ വിളിച്ചു ചുറ്റും നിർത്തിയ ശേഷം അവരോട് പറഞ്ഞു, നിങ്ങളല്ല അമ്മയെ തിരഞ്ഞെടുത്തത്, ദൈവം തിരഞ്ഞെടുത്ത് ഈ നല്ല അമ്മയെ നിങ്ങൾക്ക് തന്നു. അത് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല അമ്മയെ തന്നതിന് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. കൂടാതെ 90 വയസ്സ് അവർക്ക് ഇവിടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹം നൽകി. അതൊക്കെ അതിന് നേട്ടം കിട്ടിയത് നിങ്ങൾക്കാണ്. അപ്പോൾ അതിനും നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ അമ്മയുടെ ശുശ്രൂഷയൊക്കെ തീർന്നിരിക്കുകയാണ്. ദൈവം അവരെ മടക്കി വിളിക്കുകയാണ്. ദൈവം മടക്കി വിളിക്കുന്നത് അവരിവിടെ ചെയ്ത എല്ലാ ശുശ്രൂഷയ്ക്കും ദൈവം പ്രതിഫലം കൊടുക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രതിഫലമാണ് ഏറ്റവും വലുത്. അപ്പം ആ പ്രതിഫലത്തിനായിട്ട് ദൈവം അവരെ മടക്കി വിളിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഈ ഇത്രയും സ്നേഹമുള്ള ഈ അമ്മയെ ദൈവം തന്നതിന് ദൈവത്തിന് നന്ദി പറയണം. കൂടാതെ നിങ്ങൾ തന്നെ അമ്മയെ ദൈവത്തിന് കയ്യിൽ വയ്ക്കണം. ഹല്ലേലൂയ. ദൈവം എടുത്തുകൊണ്ട് പോവുകയല്ല, നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ ബലിയായിട്ടത് മാറണം. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു മരണം നടക്കുമ്പോൾ അത് നമ്മുടെ ഒരു ബലിയായിട്ട് മാറണം. എങ്ങനെയാണ് ബലിയായിട്ട് മാറുന്നത്? നമ്മൾ ആ ദൈവത്തിൻ്റെ കയ്യിലേക്ക് തന്ന ദൈവത്തിൻ്റെ കയ്യിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ദൈവം വിളിക്കുന്ന സമയത്ത് ഈ അമ്മച്ചിയെ തിരിച്ച് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറഞ്ഞ് മുൻകൂട്ടി ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. അവരെല്ലാവരും ഏറ്റു ചൊല്ലി അങ്ങനെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചി മരിച്ചു. ഒന്ന് കൈയടിച്ച്. അപ്പം ഞാനിതിവിടെ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായാൽ അത് ദൈവം എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഒരു ചിന്താഗതി തലയിൽ നിന്ന് കളഞ്ഞിട്ട് ഇത്രയും നാൾ ആ വ്യക്തിയെ നമുക്ക് തന്ന ദൈവത്തിൻ്റെ കയ്യിലേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സമർപ്പണം വേണം. സമർപ്പണത്തിൻ്റെ ബലി അർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ നമ്മൾ അവരെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ഈ നാൾ വരെ ദൈവം നൽകിയാൽ ആ വ്യക്തിയിലൂടെ വർഷിച്ച മുഴുവൻ സ്നേഹവും എൻ്റെ ദൈവം എന്നോട് കാണിച്ച സ്നേഹമാണെന്ന് മനസ്സിലാക്കി തമ്പുരാന് നന്ദി പറഞ്ഞ് അങ്ങനെ സമർപ്പിക്കുക. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ.